ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രയാഗ്രാജിലെ കുംഭമേള തുടരുകയാണ്. കുംഭമേള ആരംഭിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു കാമ്പയിൻ വളരെ നിശബ്ദമായി നടക്കുന്നുണ്ടായിരുന്നു. അത് നഗ്ന സന്യാസിമാരുടെ ഏർപ്പാടാണ്, അന്ധവിശ്വാസമാണ്, ഗംഗയിലെ മലിനജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ രോഗമുണ്ടാകും, യോഗിയും മോദിയുമൊക്കെ കുളിച്ച് ആശങ്ക മാറ്റി. എന്തിന് യോഗിയുടെ മന്ത്രിസഭ മൊത്തം വന്ന് കുളിച്ചു. അപ്പോൾ അങ്ങനെ കുംഭമേള ലോകത്തെ വിസ്മയപ്പെടുത്തിക്കൊണ്ട് ഒരു ലോക ചരിത്രത്തിലെ മാനവ ചരിത്രത്തിലെ ഒരു വലിയ മഹോത്സവവും വിശ്വാസത്തിൻ്റെ സമ്മേളനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയ കഥ വന്നിരിക്കുന്നു. അക്ബർ ചക്രവർത്തിയാണ് കുംഭമേള തുടങ്ങിയത്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ഞങ്ങളുടേതാണെന്ന്, വക്കഫാണെന്ന് ചില ആളുകൾ പറഞ്ഞു. പറഞ്ഞവനെ അറബിക്കടലിൽ ചാടിച്ചു യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതുകൂടാതെ വക്കഫിനിട്ട് പണി കൊടുത്ത് വക്കഫിനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ തുടർന്ന് യോഗി. ഇപ്പോൾ അങ്ങനെ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ഞങ്ങളുടെ അല്ലെങ്കിൽ കുംഭമേളയെ ഞങ്ങൾ തുടങ്ങിയതാണ്, ഇസ്ലാമിൻ്റെ സംഭാവനയാണ് കുംഭമേള എന്ന് സ്ഥാപിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടോ? അക്ബറും ഈ സെക്യുലറിസ്റ്റാണ് എന്ന് ഇവർ പലപ്പോഴും പ്രചരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അദ്ദേഹം പ്രത്യേകിച്ച് ഒരു മതം തന്നെ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഔറംഗസേബ് മറ്റേ മതേതരവാദിയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് ഒരു മതാമ പുസ്തകം എഴുതിയിട്ടുണ്ട്. ചരിത്ര അധ്യാപികയാണ് അവര് വാര്യംകുന്നനും മതേതരവാദിയാണെന്ന് പറയാം. പിന്നെ ഭയങ്കര മതേതരവാദിയാണല്ലോ. അതാണ് അയാൾ ഉണ്ടാക്കാനിരുന്ന രാജ്യത്തിന്റെ പേര് മലയാള നാട് എന്നായിരുന്നു എന്ന് KT ജലീൽ അയാളുടെ PhD പറഞ്ഞിരിക്കുന്നത്. ദൗള എന്നായിരുന്നു അതിന്റെ പേര്. എല്ലാത്തിനും മുന്നിൽ അല്ല് ചേർത്ത അത് വേണം, ധി എന്നുള്ളതിന്റെ എന്ന് പറയുന്ന പോലെയാണ് ഈ പരിപാടി. അതായത് അക്ബർ മറ്റേ ഭക്തമീരെ കാണാനായിട്ട് പോയിരുന്നു. മറ്റേ മുത്തുമാല സമ്മാനിച്ചു. ഭക്തമീരയുടെ കഥയിലും അക്ബർ കടന്നു വരുന്നതായിട്ട് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ വൃത്തികേട് ഞാൻ പറയാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറും ഇവർ സത്സംഗമൊക്കെ നടത്തുന്ന കാലത്ത് വേഷം മാറി ഭക്തമീരയെ കാണാനെത്തി. അവരങ്ങനെ കാണാനൊന്നും സമ്മതിച്ചില്ല. പക്ഷേ അക്ബർ ഒരു മുത്തുമാല പേൾ നെക്ലസ് അവിടെ ഇട്ടിട്ട് പോയി എന്ന് ഈ ഐതിഹ്യങ്ങളിൽ ചേർക്കുന്നുണ്ട്. പലയിടത്തും ഈ അക്ബർ കുത്തിത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് സ്വാമി മുകുന്ദാനന്ദ എഴുതിയ കഥയിലും ഉണ്ട് മീരയുടെ. അപ്പം ഞാൻ ഈ ചരിത്രഭാഗം ചെക്ക് ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ, അക്ബർ താൻസൻ്റെ കൂടെ പോയി മീരയെ കാണാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അക്ബറിൻ്റെ സദസ്സിലെ ഗായകനാണല്ലോ താൻസൻ. ഞാൻ നോക്കുമ്പോൾ മീര മരിച്ച് 16 കൊല്ലത്തിന് ശേഷമാണ് താൻസൻ അക്ബറിൻ്റെ സദസ്സിൽ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ അക്ബറിനെയും കൂടി ആ കഥയിലേക്ക് തിരികെ കയറ്റുന്നത്? ദിലീപ് മണ്ഡൽ എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകൻ 2 ആഴ്ച മുമ്പ് കുംഭസാരം നടത്തിയിരുന്നു. അദ്ദേഹം ഷെയ്ഖ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു വ്യാജ കഥാപാത്രത്തെ ഉണ്ടാക്കി. നമ്മളൊരു വീഡിയോ ചെയ്തു, നമ്മുടെ മാധ്യമങ്ങളെല്ലാം മുക്കി. ഇന്ത്യ ടുഡേയുടെയൊക്കെ എഡിറ്ററായിരുന്ന ആളായിരുന്നു ഈ ദിലീപ് മണ്ഡൽ. അയാൾ പറഞ്ഞു, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി ഷെയ്ഖ് ഫാത്തിമ എന്നൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവരാണ് മുസ്ലിം അധ്യാപികയായിരുന്നു, ഇവർ സാമൂഹ്യ പ്രവർത്തനം ദളിതുകളുടെയും ഒക്കെ മോചനത്തിനായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മനഃപൂർവ്വം BJP എമേർജ് ചെയ്ത് വരുന്നതിനെ തടയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വ്യാജ കഥാപാത്രമാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത്, ഈ വ്യാജ കഥാപാത്രത്തിൻ്റെ ചിത്രം ഉണ്ടായി, അവരുടെ ബയോഗ്രാഫി ഉണ്ടായി. എന്തിന് JNUവിൽ നിന്ന് ഇടതുപക്ഷക്കാർ ഷെയ്ഖ് ഫാത്തിമയെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടി. ഈ കഥാപാത്രത്തെ ഉണ്ടാക്കിയ ദിലീപ് മണ്ഡൽ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ കഥാപാത്രമില്ല, ഞാൻ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വെറുതെ പറഞ്ഞൊരു പേരാണ് എന്ന് പറഞ്ഞു. പക്ഷെ മണ്ഡൽ അത് പറഞ്ഞ ശേഷവും സെക്യുലറിസ്റ്റുകൾ വെറുതെ ഇരുന്നിട്ടില്ല. ഇത് മണ്ഡലൊക്കെ ഈ തുടങ്ങുന്നതിനും ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സൂസി താരൂവിൻ്റെ പുസ്തകത്തിലൊക്കെ ഇവരെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ബദൽ കഥകൾ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഇവരെ പറ്റി ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതെ അതെ, ഷെയ്ഖ് ഫാത്തിമയെ ഇവരെ പറ്റി അത്രയും ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറ്റി ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകണം. അതെ അതെ, അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ഷെയ്ഖ് ദിലീപ് മണ്ഡൽ പറഞ്ഞിട്ടും ആൾ സമ്മതിക്കില്ല. അതെടുത്ത് കേരളത്തിൽ പറയുന്നതും ശരിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ദിലീപ് മണ്ഡൽ ഈ ഫിക്ടീഷ്യസ് ആയിട്ട് ക്യാരക്ടറെ ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പരാമർശം അദ്ദേഹം കണ്ടു കാണും. ഈ ജ്യോതിബ ഫൂലെയുടെ കൂടെ ഫാത്തിമ ഉണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പോൾ
എവിടെയെങ്കിലും ഇങ്ങനൊരു ഫാത്തിമയുടെ കാര്യം ആരെങ്കിലും ഒരു വാചകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മണ്ഡലം അതുപോലും ഇല്ലായിരുന്നാണ് അവർ പറയുന്നത്. ദിലീപ് പറയുന്നത് അങ്ങനെയല്ല, അതിനു മുമ്പ് ഇങ്ങനെ ഒരു പേരേ ഉണ്ടായിരുന്നില്ല, ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് മറ്റവർ പറയുന്നത്. 1991 സൂസി താരു എഡിറ്റ് ചെയ്ത ഒരു പുസ്തകത്തിൽ പരാമർശം ഉണ്ട് എന്നാണ്. ഡീറ്റെയിൽസ് ഒന്നുമില്ല, പരാമർശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ കരുതുന്നത് മണ്ഡലം ശരി, അദ്ദേഹം ഓർക്കുന്നില്ലായിരിക്കും, എവിടെയെങ്കിലും കണ്ടു കാണും. എന്നാൽ ഒരു വലിയ കഥ ഇവരെ പറ്റി മെനയാന്ന് അദ്ദേഹവും വിചാരിച്ചു കാണും. അവരെ പറ്റി ആർക്കും വിവരമൊന്നുമില്ല. ഏതായാലും ഞാൻ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് അങ്ങേര് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിരഞ്ജൻ തഗാലെ എന്ന് പറഞ്ഞിട്ടൊരു മഹാരാഷ്ട്ര മാപ്ര, അയാളാണ് വീഡിയോ ചെയ്തപ്പോൾ വിട്ട് ഇതുവരെ അതവർ മറ്റേ പരത്തുമല്ലോ ജിഹാദിസ്റ്റുകൾ. ഇത് കുംഭമേള അക്ബർ തുടങ്ങിയെന്ന്. ആദ്യം ഐ അക്ബറി എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ കഥയൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന അബു ഫസൽ എഴുതിയ ഈ പുസ്തകത്തിൽ ഐ അക്ബറിയിൽ പ്രയാഗിലെ വാർഷിക മേള പരാമർശിച്ചിട്ടുണ്ട്. ആ കാലത്ത് വലിയ കുംഭമേള ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അതാണ് ഇയാൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ, ഏതായാലും അക്ബറിന് മുമ്പ് നമുക്ക് പുരാണങ്ങളൊക്കെ പുരാണം എഴുതിയത് അക്ബറാണെന്ന് പറയുമോ? അതെ, എത്രയോ നമുക്ക് യേശുവിനും ഒക്കെ മുമ്പ് പുരാണങ്ങളുണ്ട്. ഋഗ്വേദ പരിശിഷ്ട എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്റ് ഋഗ്വേദത്തിൻ്റെ, അതിൽ പ്രയാഗിലെ സ്നാനം പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ പ്രയാഗിലെ തീർത്ഥാടനം ശുദ്ധി നമുക്ക് വരുത്തുന്നു എന്ന് പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിൽ പത്മപുരാണത്തിൽ 4 തരം കുംഭയോഗത്തിനെ പറ്റി പറയുന്നുണ്ട്. 4 സ്ഥലത്താണ് അത് നടത്തുന്നത്. അവിടങ്ങളിൽ അമൃതൊഴുകുന്നു, സൂര്യചന്ദ്രന്മാർ വഴി നമുക്ക് സംരക്ഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട് മാഘമാസത്തിലെ ഗംഗാ സ്നാനം നടത്തുന്നയാളുടെ പൂർവികർക്ക് സ്വർഗത്തിൽ ആണ് വാസമുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. പ്രയാഗ, പുഷ്കർ, കുരുക്ഷേത്ര എന്നിവിടങ്ങളിലൊക്കെ സ്നാനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗരുഡപുരാണത്തിൽ ആയിരക്കണക്കിന് അഗ്നിഷ്ടോമം, വാജ്പേയം, ഇതൊക്കെ യാഗമാണ്. വാജ്പേയി യാഗം നടത്തിയ ആളാണ് വാജ്പേയി. അതെ, അതായത് ഈ കുംഭമേളയ്ക്ക് ഒരു സ്നാനം ചെയ്ത 100 വാജ്പേയ യാഗങ്ങളിൽ പങ്കെടുത്തതിന് തുല്യമാണ്. 1000 അശ്വമേധങ്ങൾക്കും തുല്യമാണ്. ഗരുഡപുരാണത്തിൽ പറയുന്നു ആയിരക്കണക്കിന് അഗ്നിഷ്ടോമം, വാജ്പേയം ഇതിനൊക്കെ തുല്യമാണ്. കുംഭസ്നാനത്തിൻ്റെ 16ൽ 1 പോലും ആവില്ല അത്തരം യാഗങ്ങൾ എന്ന് ഗരുഡപുരാണത്തിൽ. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നു മാഘത്തിലെ പ്രയാഗ സ്നാനം പാപമോചനം നൽകുന്നു, അത് പിതൃക്കൾക്ക് പുണ്യമാണ്. അഗ്നിപുരാണത്തിൽ കുംഭത്തിലെ സ്നാനം പാപമോചനമാണ്. വിഷ്ണുപുരാണം കുംഭസ്നാനം നമ്മളെ വിഷ്ണു ലോകത്തിലെത്തിക്കും എന്ന് പറയുന്നു. ഭാഗവത്തിൽ ഗംഗയിലെ പവിത്ര സ്നാനം നമ്മളെ വൈകുണ്ഠത്തിലെത്തിക്കും എന്ന് പറയുന്നു. വനപർവം മഹാഭാരതത്തിൽ അതിലുണ്ട്. യജ്ഞം ത്രൈലോകത്തെ ശുദ്ധീകരിക്കും, യജ്ഞങ്ങൾ സാധാരണ. പക്ഷേ ഇത്തരം തീർത്ഥസ്നാനങ്ങളാൽ വ്യക്തി പാപമോചനം നേടുന്നു. കൂർമ്മപുരാണം എല്ലാ പാപവും അകലുന്നു ഈ സ്നാനം വഴി. ഹുയാൻസാങ് അക്ബറിനൊക്കെ മുമ്പ് വന്ന ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 7ാം നൂറ്റാണ്ടിൽ വന്ന ആളാണ്. അദ്ദേഹം പ്രയാഗിലെ കുംഭമേളയെ വിവരിച്ചിട്ടുണ്ട് യാത്രാവിവരണത്തിൽ. തുളസിദാസിൻ്റെ രാമചരിതമാനസം 16ാം നൂറ്റാണ്ടിൽ എഴുതിയതാണല്ലോ. അതിൽ പ്രയാഗിലെ വാർഷിക മേളയെ പരാമർശിച്ചിട്ടുണ്ട്. ഈ തുളസിദാസിൻ്റെ രാമചരിതമാനസത്തിൽ പ്രയാഗിലെ ക്ഷേത്ര രാജധാനി എന്ന് പറഞ്ഞിട്ടുണ്ട്, മാഘത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഴം വൃഷഭത്തിലെത്തുമ്പോൾ സൂര്യനും ചന്ദ്രനും മകരരാശിയിൽ പ്രവേശിക്കുന്നു. അതാണ് ഈ കുംഭസ്നാനഘട്ടത്തിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വെള്ളവും വായുവും ശുദ്ധീകരിക്കപ്പെടുന്നു. ആ സമയത്ത് നമ്മളതിൽ സ്നാനം ചെയ്യുന്നു. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവ പ്രത്യേക രാശിയിൽ ഒന്നിച്ചു വരുന്നു. ഇതാണ് കുംഭമേളയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്ര പ്രകാരം. ജ്യോതിശാസ്ത്രം അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത്. അസ്ട്രോണമി. ഈ അക്ബർ 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത്. നമുക്കിത് നമ്മുടെ പുരാണങ്ങളിൽ ഈ അധിനിവേശ ശക്തികൾ, അത് മതം പോലും ആവട്ടെ, ആദ്യം ശ്രമിക്കുന്നത് ഇതിനെ തകർക്കാൻ നോക്കും.
തകർക്കാൻ നോക്കിയില്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ നോക്കും. അതും പറ്റിയില്ലെങ്കിൽ അത് നമ്മളുണ്ടാക്കിയതാണ് എന്ന് പറയും. തക്കിയ. കാരണം അത് നമ്മുടെയാണ്. പിന്നെന്ത്? ചിലർ പറയുന്നുണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ വന്നൊരു പോസ്റ്റ് ഇട്ടു, ഭാരതം അല്ലെങ്കിലും ഇസ്ലാമിൻ്റെതാണ്, കാരണം ആദം നബി ജനിച്ചത് ഇവിടെയാണ്. ആദം നബി ആദ്യത്തെ മുസ്ലിമായിരുന്നു. ഈ ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനുണ്ടായിട്ടും ഇസ്ലാം മതം ഉണ്ടായിട്ട് 1500 വർഷം കഷ്ടിച്ചാവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ആദം നബി ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഭാരതം ഇസ്ലാമിൻ്റെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്നത് രഹസ്യമായ ഒന്നല്ല, പരസ്യമാണ്. അപ്പോൾ ആദവും അവയൊക്കെ ഉണ്ടായ ആ തോട്ടമില്ലേ, പാമ്പിനെയൊക്കെ മറ്റേ ആപ്പിൾ കൊടുത്തുമൊക്കെ, അതൊക്കെ ഇന്ത്യയിലായിരുന്നോ? അത് ഇവിടെയാണ്, നമ്മുടെ ഈ അഗസ്ത്യമേട്ടിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.